മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടി ചില മുസ്ലിം ലീഗിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നടത്തി മുസ്ലിം ലീഗിന്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള യൂത്ത് ലീഗ് നടത്തിയ പരിപാടിയിൽ പരസ്യമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ അമ്പലനടയിൽ കത്തിച്ച് കെട്ടിത്തൂക്കുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു സംഭവം നമ്മൾ കേട്ടിരുന്നു. അപ്പോ ഈ സന്ദീപ് വാര്യർ പറയുന്നത് വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ഇങ്ങനെയൊരു ഫാക്ടറിയിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പുറത്തേക്ക് വന്നതെന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് ഈ ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ, ഈ വിദ്വേഷം പരത്തുന്ന ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നടത്തിയ ഒരു പൊതു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രകടനത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഒരു സമൂഹത്തെ ഇങ്ങനെ ചെയ്യും എന്നുള്ള എത്രത്തോളം വലിയ രീതിയിലുള്ള മതവിദ്വേഷം വർഗീയത സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാക്കുകളാണ് ആ ഒരു പരിപാടിയിൽ ഇങ്ങനെ പറഞ്ഞു. നമസ്കാരം. കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ കണ്ണൂർ അഴീക്കോട് നടന്ന ഒരു പരിപാടി KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ അനുസ്മരണ സമ്മേളനമായിരുന്നു. അതിൽ നടത്തിയ ഒരു പ്രകടനത്തിൽ അതിന്റെ ഭാഗമായിട്ട് യുവമോർച്ച പ്രവർത്തകർ സന്ദീപ് വാര്യർക്കെതിരെ നടത്തിയ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം അത് ജസ്റ്റ് ആദ്യം നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. ബലിദാനികളെ കൂട്ടുപിടിച്ച പട്ടാപ്പകലിൽ പാലക്കാട് നിന്നെ ഞങ്ങളെടുത്തോളാം. ഈ മുദ്രാവാക്യം വിളിയിൽ നിന്ന് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. സന്ദീപ് വാര്യർക്കെതിരെ വലിയ ഒരു വിഷമം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലൊന്ന് പ്രതികരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് യുവമോർച്ച പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. സ്വാഭാവികമല്ലേ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു കാര്യകർത്താവ് ഇതുപോലെ ഒരു വഞ്ചന കാണിച്ചു പോയി കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് സന്ദീപ് വാര്യരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിലെ അവതാരകൻ ചോദിച്ചത് വിഷയം ഒന്ന് മാത്രമാണ്. ഇങ്ങനെ താങ്കളെ പാലക്കാട് വെച്ചുകൊണ്ട് പരസ്യമായിട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെയാണ് ഈ യുവമോർച്ച പ്രവർത്തകർ പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രകടനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കാണും? അപ്പൊ ഇദ്ദേഹം പറയുന്നതാണ്, സന്ദീപ് വാര്യർ എത്രത്തോളം ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഇത്രയും കാലം ഒരു രീതിയിലുമുള്ള ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം നിന്നിട്ടില്ല. അദ്ദേഹത്തിന് മനസ്സിൽ ഈ BJP എന്ന് പറയുന്ന ഒരു സംഘടനയെല്ലാം അദ്ദേഹത്തിന്റെ ഒരു അധികാരത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാത്രമാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് എന്നുള്ള തർക്കമില്ല. അപ്പൊ അതുപോലെയാണ് പുള്ളിക്കാരന്റെ സംസാരം. എത്രത്തോളം ഇരട്ടത്താപ്പ് നയത്തോടു കൂടിയാണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളത് നമ്മൾക്ക് വ്യക്തവും. കാരണം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിലേക്ക് പോയതിനു ശേഷം ആദ്യം എത്തിപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംവിധാനത്തെ ചലിപ്പിക്കുന്ന പാണക്കാട് കുടുംബത്തിലേക്കാണ്. പാണക്കാട് തങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. അപ്പൊ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടി ചില മുസ്ലിം ലീഗിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നടത്തി മുസ്ലിം ലീഗിന്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള യൂത്ത് ലീഗ് നടത്തിയ പരിപാടിയിൽ പരസ്യമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ അമ്പലനടയിൽ കത്തിച്ച് കെട്ടിത്തൂക്കുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു സംഭവം നമ്മൾ കേട്ടിരുന്നു. അപ്പോ ഈ സന്ദീപ് വാര്യർ പറയുന്നത് വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ഇങ്ങനെയൊരു ഫാക്ടറിയിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പുറത്തേക്ക് വന്നതെന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് ഈ ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ, ഈ വിദ്വേഷം പരത്തുന്ന ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നടത്തിയ ഒരു പൊതു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രകടനത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഒരു സമൂഹത്തെ ഇങ്ങനെ ചെയ്യും എന്നുള്ള എത്രത്തോളം വലിയ രീതിയിലുള്ള മതവിദ്വേഷം വർഗീയത സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാക്കുകളാണ് ആ ഒരു പരിപാടിയിൽ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് നിലനിൽക്കുന്ന ഇതേ സംഭവം പറഞ്ഞ ഒരു സംഘടനയുടെ ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു സ്ഥലത്തേക്കാണ് സന്ദീപ് വാര്യർ ആദ്യമായിട്ട് പോയത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ വ്യക്തിയുടെ ഇരട്ടത്താപ്പ്. അപ്പോൾ ഈ വിദ്വേഷം ആരുടെ മനസ്സിലാണുള്ളതെന്നും വിദ്വേഷം പകർത്താൻ വേണ്ടി അല്ലെങ്കിൽ പടർത്താൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിക്കുന്നത് ആരാണെന്നും സന്ദീപ് വാര്യരുടെ നാവുകളിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. യുവമോർച്ചയുടെ പ്രവർത്തകർ സ്വാഭാവികമായിട്ട് നടത്തുന്ന ഒരു മുദ്രാവാക്യം വിളിയായിട്ട് മാത്രമേ ഇതിന് കാണാൻ സാധിക്കുള്ളൂ. അല്ല അതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു
അടുത്ത ദിവസം തന്നെ യുവമോർച്ചക്കാരിങ്ങനെ എവിടെയെങ്കിലും വെച്ച് റോട്ടിൽ കിട്ടുന്ന സമയത്ത് അടി കൊടുക്കും എന്നുള്ള രീതിയൊക്കെ നമ്മൾ ഇന്നേ വരെ BJP RSS എന്ന് പറയുന്ന ഈ രണ്ട് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾക്കറിയില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എത്രയോ ആളുകൾ BJP വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു പരിപാടിയിൽ ഇതുപോലെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ സന്ദീപ് വാര്യർ നടത്തിയ പ്രസ്താവനയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകൾ ഇവിടെ യുവമോർച്ചയാണെങ്കിലും BJP ആണെങ്കിലും ഇതിലൊക്കെ പ്രവർത്തിച്ചിരുന്ന വെറും അധികാരത്തിന്റെ അപകർഷണത്തിന് വേണ്ടി മാത്രം, അത് കടിച്ചു ചവച്ച് തിന്ന് അതിലെ പോഷകാഹാരം അതിലൂടെ വളർന്ന് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യം മാത്രമേ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ സന്ദീപ് വാര്യർ BJP വിട്ടതിന്റെ പേരിൽ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ തോൽവിയാണ്, വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്നുള്ള രീതിയിലേക്ക് ചിലർ മാധ്യമ സൃഷ്ടിയാൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, സന്ദീപ് വാര്യരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം നടക്കുന്ന അതേ സമയത്താണ് ഈ നവംബർ 13 ചേലക്കരയിൽ ഇലക്ഷൻ നടക്കുന്നത്. ചേലക്കരയിൽ BJP അവിടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രവർത്തകനെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ അല്ലെങ്കിൽ BJP മത്സരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് CPM-നും കോൺഗ്രസിനൊക്കെ അത്യാവശ്യം സ്വാധീനമുള്ള BJP-ക്ക് ഒട്ടും സ്വാധീനമില്ലാത്തൊരു മണ്ഡലത്തിൽ 10,000-ഓളം വോട്ടുകൾ കൂടുതൽ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ സന്ദീപ് വാര്യരുടെ വിഷയം നിലനിൽക്കുന്ന സമയത്താണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം നടന്ന 7 ദിവസങ്ങൾക്ക് ശേഷം നടന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് BJP-ക്ക് ഒരു കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടിയിരുന്നു. ഇതിനെ രണ്ടും കൂട്ടി നോക്കുന്ന സമയത്ത് സന്ദീപ് വാര്യർ പോയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഈ സന്ദീപ് വാര്യരുടെ വീടിനടുത്തുള്ള ഒരു നിയോജക മണ്ഡലമാണ്, അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന പ്രദേശത്തിന്റെ അടുത്തായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പറയുന്ന ചേലക്കര. അപ്പൊ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJP-ക്ക് നേട്ടവും, പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJP-ക്ക് വോട്ടിംഗ് ശതമാനത്തിൽ കുറച്ച് കുറവ് വന്നതും നോക്കുമ്പോൾ ഇതെല്ലാം സന്ദീപ് വാര്യരുടെ വിഷയം കൊണ്ടാണെന്നൊക്കെ പറയാനായിട്ട് നമുക്ക് സാധിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഈ പാലക്കാട് നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ സംഘടനാ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ, ഇതെല്ലാം അത് BJP പരിശോധിക്കുന്നതാണ്. അത് ഒരിക്കലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി പാർട്ടി വിട്ടതിന്റെ പേരില്ല. കാരണം അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയതിനു ശേഷം ഒരു BJP പ്രവർത്തകന് പോലും പ്രസ്ഥാനം വിട്ടു പോയിട്ടില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയുടെ നാടായിട്ടുള്ള ചെത്തല്ലൂരിൽ പോലും അതേ സ്ഥാനത്ത് ഇപ്പോഴും ബൂത്ത് തലത്തിൽ സംഘടനാ പ്രവർത്തനമായിട്ട് വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് എത്രത്തോളം വലിയ രീതിയിൽ തന്റെ പ്രസ്ഥാനത്തിന് ഇവിടെ വോട്ടുകൾ വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ള രീതിയിൽ തങ്ങളുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ എന്താണ് ഇവിടെ ഞങ്ങൾക്ക് അധികാരത്തിൽ എത്തേണ്ടത്, ആ ഒരു നിലയിലേക്ക്, ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് സന്ദീപ് വാര്യർ ആരോപിക്കാൻ ശ്രമിക്കുന്നത് താൻ BJP-യിലെ എന്തോ ഒരു സംഭവമായിരുന്നു, അതിന്റെ പേരിലാണ് ഇതുപോലെ മുദ്രാവാക്യം വിളി നടക്കുന്നത്. താൻ ഇപ്പോൾ പോയിരിക്കുന്നത് സ്നേഹത്തിന്റെ കടയിലേക്കാണ്. സ്നേഹത്തിന്റെ കട രാജ്യം മുഴുവൻ BJP അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അത് ജനങ്ങൾക്കറിയാം ഇത് സ്നേഹത്തിന്റെ കടയാണോ വെറുപ്പിന്റെ കടയാണോ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് ഒരു ഉപകാരമില്ലാത്ത ഒന്നിനും കൊള്ളില്ലാത്ത ഒരു കടയാണോ എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഈ വിധ കടകളൊക്കെ അടപ്പിക്കാനായിട്ട് ജനങ്ങൾ വലിയ രീതിയിൽ തയ്യാറായത്. കേവലം എന്താ പറയാ, നമ്മൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ കോൺഗ്രസ് ഇന്ന് ഇവിടെ ഒന്നുമല്ലാത്ത രീതിയിൽ പല സംസ്ഥാനങ്ങളിലും അത് പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ആശയത്തെ ജനങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. അത് മറക്കാത്തതിന്റെ പേരിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അടക്കം ഇതുപോലെയുള്ള ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള തോൽവി കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ നിരന്തരമായിട്ട് ഇതുപോലെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്നാണ് താൻ പുറത്തേക്ക് വന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ സന്ദീപ് വാര്യർ കുറച്ചെങ്കിലും മനസ്സിലാക്കുക, വിദ്വേഷം എത്രത്തോളം വലിയ രീതിയിൽ താങ്കൾ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പരസ്യമായിട്ട് നടത്തിയ മുദ്രാവാക്യം വിളിയുടെ ഒരു ലിസ്റ്റ് ഇവിടെ എല്ലാവരുടെയും കൈകളിലുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മതി ഏത് തരത്തിലുള്ള വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലാണ് താങ്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, അങ്ങോട്ട് പോയിരിക്കുന്നതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാട്ടിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാനായിട്ട് താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് താങ്കളുടെ വെറും മനസ്സിലിരിപ്പ് മാത്രമാണ്. ഒരു BJP പ്രവർത്തനമെങ്കിലും താങ്കളുടെ നാട്ടിൽ നിന്ന് ഈ സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് താങ്കൾക്ക് സാധിച്ചിട്ട് പോലുമില്ല. എന്നിട്ടാണ് ഈ വിധ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.